തൃശൂർ കേവലം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ച മണ്ണാണത്. സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയം ബിജെപിക്ക് നൽകിയത് പുതിയൊരു പ്രതീക്ഷ മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ കളിയുടെ താളം തെറ്റിക്കുകയും ചെയ്തു. ആ മാജിക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമോ, അതോ തൃശൂരിന്റെ മനസ്സ് ഇക്കുറി മറ്റൊന്നായിരിക്കുമോ? രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം തേടാൻ മനോരമ ന്യൂസ് സീ വോട്ടർ മെഗാ ഇലക്ഷൻ സർവേ റിപ്പോർട്ട് എത്തിയിരിക്കുകയാണ്. തൃശൂർ പ്രവചനാതീതമായ പോരാട്ട ഭൂമിയാണെന്നാണ് സർവേ നൽകുന്ന ചൂണ്ടുപലക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ അപ്രതീക്ഷിത മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ ബിജെപിക്ക് കഴിയുമോ? എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചോദ്യത്തിന് തൃശൂരിൽ പ്രവചനാതീതമായ പോരാട്ടമെന്നാണ് മനോരമ ന്യൂസ് സീ വോട്ടർ മെഗാ ഇലക്ഷൻ സർവേ നൽകുന്ന ഉത്തരം. ശക്തമായ ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ ആർക്കാണ് മേൽക്കൈ എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനാകില്ലെന്ന് സർവേ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 946 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിനാണ് CPIയിലെ പി ബാലചന്ദ്രൻ തൃശൂരിൽ വിജയിച്ചത്. ഇത്തവണ ബാലചന്ദ്രന് പകരം ആലങ്കോട് ലീലാകൃഷ്ണനെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. അന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ട പത്മജ വേണുഗോപാൽ ഇക്കുറി BJP സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ആകെ മാറിയിരിക്കുകയാണ്. UDFനായി രാജൻ ജെ പല്ലൻ കൂടി ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നതോടെ പോരാട്ടം കടുക്കുമെന്നാണ് വിലയിരുത്തൽ. ജില്ലാ തലത്തിൽ LDF ആധിപത്യമാണ്. തൃശൂർ ജില്ലയിലെ 13 സീറ്റുകളിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ LDF ആധിപത്യം തുടരുമെന്നാണ് പ്രീപോൾ സർവേ സൂചിപ്പിക്കുന്നത്. ജില്ലയിൽ ഇടതുമുന്നണിക്ക് 9 മുതൽ 11 സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. UDFന് 2 മുതൽ 4 സീറ്റുകൾ വരെയും NDAക്ക് പരമാവധി 1 സീറ്റ് വരെയുമാണ് സർവേ പ്രവചിച്ചിരിക്കുന്നത്. വോട്ട് വിഹിതത്തിൽ LDF 36%, UDF 33%, NDA 23% നേടുമെന്നാണ് കണക്കുകൂട്ടൽ. മറ്റുള്ളവർ 8% വോട്ട് പങ്കിടും. നാട്ടികയിലെ അപ്രതീക്ഷിത രാഷ്ട്രീയ മാറ്റം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. സിറ്റിംഗ് MLA ആയിരുന്ന CC മുകുന്ദൻ CPI വിട്ട് BJPയിൽ ചേരുകയും അതേ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ രാഷ്ട്രീയ മാറ്റം വോട്ടായി മാറില്ലെന്നാണ് സർവേ ഫലം പറയുന്നത്. നാട്ടികയിൽ LDFന് തന്നെയാണ് ജയസാധ്യത. CPIയിലെ ഗീതാ ഗോപിയും കോൺഗ്രസിലെ സുനിൽ ലാലൂരും ഇവിടെ പ്രധാന മത്സരം കാഴ്ചവെക്കും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലായി 89,693 വോട്ടർമാരെ പങ്കെടുപ്പിച്ച് നടത്തിയ ഈ വിപുലമായ സർവേ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായ ദിശാസൂചനയാണ് നൽകുന്നത്. മാർച്ച് 14 മുതൽ 26 വരെയുള്ള കാലയളവിൽ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സീ വോട്ടർ ഈ ഫലങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്.